ബിഗ് ബോസ് മലയാള സീസൺ 6മായി ബന്ധപ്പെട്ട് അൻസിബ, ജാസ്മിൻ, നോറ എന്നിവർ തമ്മിലുണ്ടായ ഫൈറ്റിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രോമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ജയിൽ നോമിനേഷനിൽ അൻസിബയും നോറയും ഒക്കെ ജാസ്മിന്റെ പേരാണ് പറഞ്ഞത്. കിച്ചൺ ഡ്യൂട്ടിയിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല, ജോലി ചെയ്യാതെ നടന്നു എന്നതാണ് കാരണമായിട്ട് പറഞ്ഞത്. അതിന്റെ പേരിൽ ജാസ്മിൻ പ്രൊവോക്ക് ആവുന്നുണ്ട്. ജാസ്മിൻ കുറച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത്. കട്ട് ചെയ്ത് വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും തന്നെ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ വയലന്റ് ആവുന്നു, അൻസിബയുമായിട്ട് വഴക്കാവുന്നു, നോറയുമായിട്ട് വഴക്കാവുന്നു. കൊച്ചിന്റെ കാര്യം നോക്കിയപ്പോൾ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് നോറയുടെ അടുത്തൊക്കെ ജാസ്മിൻ ചാടി കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ജാസ്മിന് 2 ദിവസം മുമ്പ് നല്ല പനിയായിട്ട് ക്ഷീണിച്ച് കിടക്കായിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ജാസ്മിൻ പക്ഷേ കിച്ചൺ ഡ്യൂട്ടിയിൽ വരാതിരുന്നത് പനിയായതുകൊണ്ടല്ല. ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തിരുന്നു. രാവിലെ തൊട്ട് തന്നെ ഗബ്രിയുടെ പുറകെയായിരുന്നു. അവിടെ ക്യാപ്റ്റൻ ശ്രീതു പോയി പലതവണ വിളിച്ചിട്ടാണ് കിച്ചണിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ പിന്നീട് കുറേ സമയം പോയി കരഞ്ഞുകൊണ്ട് കിടന്നതും ഗബ്രിയുമായിട്ടുണ്ടായ വഴക്കിൻ്റെയൊക്കെ പേരിലാണ്, അല്ലാതെ പനി ആയതുകൊണ്ടല്ല. ഇനിയിപ്പോൾ പനി വന്നതിൻ്റെ പേരിലുള്ള ക്ഷീണത്തിൻ്റെ പേരിൽ കിടന്നിരുന്നുവെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ഇത് ഗബ്രിയുടെ അടുത്ത് പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടിയിൽ വരുന്നില്ല എന്നുകൊണ്ടാണ് അവരൊക്കെ ഇതിനെ വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണുന്നത്. പിന്നെ കിച്ചൺ ഡ്യൂട്ടിയിൽ ഒന്നാമതേ അവരുടെ ടീമിൽ ആൾ കുറവാണ്. അപ്പോൾ ഈ പറയുന്ന അൻസിബയ്ക്കൊപ്പം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവിടെ നിൽക്കേണ്ട ഒരാളായിരുന്നു ജാസ്മിൻ, അതുപോലെ തന്നെ ജിൻഡോയും. പക്ഷെ ജാസ്മിൻ ആ ഒരു ഇൻവോൾവ്മെന്റ് കിച്ചണിൻ്റെ അകത്ത് കണ്ടിട്ടില്ല, നമ്മളും കണ്ടിട്ടില്ല. ജാസ്മിന് വയ്യ എന്നതാണ് റീസൺ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് പ്രശ്നം വരത്തില്ല. പക്ഷെ ഗബ്രിയുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് ഇതെല്ലാം ജാസ്മിൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പോവാതിരുന്നതും മാറിപ്പോയി കിടന്നതും ഒക്കെ. അത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ വയലന്റ് ആയിട്ട് കാര്യമില്ല. ജാസ്മിന്റെ ഭാഗത്ത് കുറച്ചൊക്കെ ന്യായം ഉണ്ടാകുമായിരുന്നു. ഗബ്രിയുടെ പുറകെ നടന്ന് ഈ ഒരു ഇമോഷണൽ ഡ്രാമ കളിച്ചില്ലായിരുന്നെങ്കിൽ, വയ്യാതെ കിടന്നിരുന്നെങ്കിൽ ആരും ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. മറിച്ച് നമ്മൾ ഡ്യൂട്ടീസ് ചെയ്യാതെ പോയി കിടക്കുക, സങ്കടപ്പെട്ടിരിക്കുക, അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിഷമങ്ങളില്ലേ. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ തന്നെ ചെയ്യണ്ടേ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഡിസർവിംഗ് ആണ് ജയില്, സംശയമൊന്നുമില്ല അതിനകത്ത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.